നമ്മളൊക്കെ അനാലിസിസ് ചെയ്യുന്നത് ഡീപ് ലേണിംഗിലെ സോൾവ് ന്യൂമറിക് പ്രോബ്ലംസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സപ്പോസ് യു ഹാവ് എ ത്രീ ഡയമെൻഷണൽ ഇൻപുട്ട് x1, x2, x3 it is equal to 4, 4, 2. x1 equal to 4, x2 equal to 4, x3 equal to 2. Fully connected with weights 0.5, 0.3, 0.2 to one neuron which is the hidden layer. A sigmoid activation function. Calculate the output of the hidden layer neuron. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഇത് വരയ്ക്കണം. അതായത് ഇപ്പോൾ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ന്യൂറോൺസ് ഉണ്ട്. അവര് ഒറ്റൊരു ഹിഡൻ ലെയർക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഒറ്റൊരു ഹിഡൻ ലെയർക്ക് മൂന്നെണ്ണം കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇൻപുട്ട് 4, ഇതിന്റെ 4, ഇതിന്റെ 2. അതിന്റെ വെയിറ്റ്സ് എത്രയാണ്? 0.5, 0.3 ആൻഡ് 0.2. അപ്പോ Z1 ഇക്വേഷൻ എന്തായിരുന്നു? Z1 അതായത് സെഡ്, ഇതാണ് നമ്മുടെ സെഡ് എന്ന് പറയുന്നത് ഹിഡൻ ലെയർ എന്നാണ് പറയുന്നത്. So is equal to W1 x1 plus W2 x2 plus W3 x3. നമ്മൾ വെയിറ്റ്ലെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് വെയിറ്റ്ലെസ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ബയാസ് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ 0 ആക്കി തന്നെ കൺസിഡർ ചെയ്തു. അപ്പോൾ സെഡ് എന്ന് പറയുന്നത് എന്താണ്? 0.5 into 4 plus 0.3 into 4 plus 0.2 into 2. അപ്പോൾ 2 plus 1.2 plus 0.4. അപ്പോൾ 3.6 എன்ற വാല്യൂ കിട്ടി. ആ 3.6 നമുക്ക് എന്ത് ചെയ്യണം? ആക്ടിവേഷൻ ഫംഗ്ഷൻ കൂടെ പാസ് ചെയ്യണം. സിഗ്മോഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ സിഗ്മോഡ് ആക്ടിവേഷൻ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്മോഡ് ആക്ടിവേഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 plus e raised to minus z ആണ്. സെഡിന്റെ വാല്യൂ നമുക്ക് 3.6 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3.6 ഇട്ട് കഴിഞ്ഞാൽ 1/1 plus e raised to minus 3.6. ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.0273 ആ റേഞ്ച് വരും. അപ്പോൾ 1/1 plus 0.02732 is equal to 1.02734 എന്ന് പറയുന്നത് 0.9734 ആണ് ഇത് വാല്യൂ കിട്ടിയത്. ഇതൊരു സിഗ്മോഡ് ആക്ടിവേഷൻ കഴിയുമ്പോൾ നമുക്ക് എന്താ റേഞ്ച് വരിക? 0,1 എന്നുള്ള റേഞ്ച് വരിക. അപ്പോൾ വൈൻ്റെ ഇക്വേഷൻ വൈൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇത് കിട്ടി 0.9734 കിട്ടി. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഐ ചെയ്യണോണ്ട് നമുക്ക് ആൻസർ കറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു തേർഡ് മൂന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. Consider an input image with the dimension 64 and 64. Apply a convolution with kernel 5 into 5, padding p is equal to 2 and style s equal to 1. Find the output feature map dimension. Also find the padding value if we need the output to have the same size as the input with style s equal to 2. നമുക്ക് ഇൻപുട്ട് സൈസ് വന്നിട്ടുണ്ട്, അതായത് ഇൻപുട്ട് ഷേപ്പ് വന്നിട്ടുണ്ട് 64. അതേപോലെ തന്നെ കേർണലിന്റെ സൈസ് എത്രയാണ്? 5. പിന്നെ പാഡിങ് ഈക്വൽ ടു 2, style equal to 1. Find the output feature map dimension. Also find the padding value if we need the output to have the same size as the input with style s equal to 2. s equal to 1 plus സൈഡിലെ സമയത്തുള്ള പാഡിങ് തന്നിട്ടുണ്ട്. s equal to 2, സൈഡ് 2 ആവുന്ന സമയത്തുള്ള പാഡിങ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ഔട്ട്പുട്ട് സൈസ് ഫീച്ചർ മാപ്പിൽ കണ്ടുപിടിക്കാം. ഇനി ഇക്വേഷൻ പറയുന്നത് എന്താണ്? i minus k plus 2p by s plus 1 അതാണ് ഇക്വേഷൻ. അപ്പൊ i എന്ന് പറയുമ്പോൾ ഇൻപുട്ട് സൈസ്, k എന്ന് പറയുമ്പോൾ കേർണൽ സൈസ്, p എന്ന് പറയുമ്പോൾ പാഡിങ്, സ്റ്റൈൽ എന്ന് പറയുമ്പോൾ s. അപ്പോൾ ഐയുടെ നമ്മുടെ 64 ആയിരുന്നു, അതേപോലെ തന്നെ k 5 ആയിരുന്നു, p is equal to 2 ആയിരുന്നു, s equal to 1 ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ തന്നെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 64 minus 5 plus 22 by 1 plus 1. അപ്പോൾ 64 minus 5 plus 4 എത്ര കിട്ടി? നമുക്ക് 64 കിട്ടി. അതായത് -5 plus 5 64 കിട്ടി. അപ്പോൾ ഔട്ട്പുട്ട് സൈസും ഇൻപുട്ട് സൈസും ഈക്വൽ ആണ് പറഞ്ഞത്. അതായത് ഔട്ട്പുട്ട് സൈസും 64 64, ഇൻപുട്ട് സൈസും 64 64 ഉണ്ട്. ആൻഡ് ഫൈൻഡ് പാഡിങ് ഫോർ സ്റ്റൈൽ s equal to 2 when with the സെയിം ഔട്ട്പുട്ട് സൈസ്. സെയിം ഔട്ട്പുട്ട് സൈസ് വരുമ്പോൾ സ്റ്റൈൽ ഈക്വൽ ടു 2 വരുന്ന സമയത്ത് പാഡിങ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പാഡിങ്ങിന്റെ ഇക്വേഷൻ, അപ്പോൾ നമുക്ക് ആ സെയിം ഇക്വേഷൻ ആണ് കൊടുക്കുക. ഔട്ട്പുട്ട് സൈസ് ഈക്വൽ ടു i minus k plus 2p by all divided by s all plus 1 ആണ് ഇക്വേഷൻ. അതിൽ ഈ p ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 64 ആണ് ഔട്ട്പുട്ട് സൈസ്. അപ്പോൾ 64 is equal to 64 minus 5 plus 2p by 2 plus 1. അതേപോലെ തന്നെ സിംപ്ലിഫൈ കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ +1 കൊണ്ടുകഴിഞ്ഞാൽ -1 ആയി. അതേപോലെ തന്നെ
63 ഈ 2 ഇങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ 63 2 is equal to 64 minus 5 plus 2p. 63 into 2 എന്ന് പറയുന്നത് 126. 126 is equal to 64 minus 5 എന്ന് പറയുമ്പോൾ 59 plus 2p. 59 ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 67 കിട്ടി. 2p is equal to 67, p is equal to 33.5. അപ്പോൾ പാഡിങ് മസ്റ്റ് ബി 33 അല്ലെങ്കിൽ 34. അപ്രോക്സിമേറ്റ് എടുക്കുകയാണെങ്കിൽ 34 വരും, ഇല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് 33 എടുക്കാം. ടു മെയിൻറ്റെയിൻ സെയിം സ്പെഷ്യൽ സൈസ് വിത്ത് സ്ലൈഡിങ് എസ് ഈക്വൽ ടു 2. അപ്പോൾ പാഡിങ് നമ്മൾ അതായത് സ്ട്രൈറ്റ് 2 ആവുന്ന സമയത്ത് പാഡിങ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൺസിഡർ എ 2 ഇൻപുട്ട് ന്യൂറോൺ ദാറ്റ് മൾട്ടിപ്ലൈസ് ഇറ്റ്സ് 2 inputs x1 and x2 to obtain the output O. Let L be the loss function computed at O. Suggest that you know dou L by dou 0 is equal to 5, x1 equal to 2, x2 equal to 3. Compute dou L by dou x1 and dou L by dou x2. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ വേണം? അപ്പോൾ O എന്ന് പറയുന്ന ഇൻഡിക്കേഷൻ എന്താണ്? x1 into x2. അതായത് x1 into x2 ആണ് എന്ത്? O, അതായത് ഔട്ട്പുട്ട്. ഇനി ഡോ എൽ ബൈ ഡോ എക്സ് വൺ കണ്ടുപിടിക്കണം, ഡോ എൽ ബൈ ഡോ എക്സ് ടു കണ്ടുപിടിക്കണം. അപ്പൊ ഡോ എല്ലിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഡോ എൽ ബൈ ഡോ തീറ്റയാണ് നമുക്ക് മാറ്റുള്ളൂ. ഇത് 5 തന്നിട്ട്, എക്സ് വണ്ണിന്റെ കാര്യം എന്ത് തന്നുണ്ട്? 2 തന്നിട്ടുണ്ട്, എക്സ് ടുവിന്റെ വാല്യൂ 3 തന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻസ് നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോ ഡോ എൽ ബൈ ഡോ തീറ്റ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ എക്സ് വൺ ഇൻറ്റു ഡോ തീറ്റ ബൈ ഡോ എക്സ് വൺ ആയിരുന്നു. അപ്പോൾ ഡോ എൽ ബൈ ഡോ എക്സ് വൺ ഈസ് ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ സീറോ ഇൻറ്റു ഡോ സീറോ ബൈ ഡോ എക്സ് വൺ. ഇതാണ് നമ്മുടെ ഡോ എൽ ബൈ ഡോ എക്സ് വണ്ണിന്റെ ഇക്വേഷൻ. അതേപോലെ തന്നെ ഡോ എൽ ബൈ ഡോ എക്സ് വണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എൽ ബൈ ഡോ സീറോ ഇൻറ്റു ഡോ സീറോ ബൈ ഡോ എക്സ് ടു. ഏത് ഡോ സീറോ ബൈ ഡോ എക്സ് വൺ എങ്ങനെ ചെയ്യുന്നത്? ഈ സംഭവം ഇവിടെ ഓൺ ഇക്വേഷൻ എന്താണ്? എക്സ് വൺ ബൈ എക്സ് വൺ എക്സ് ടു. അപ്പോൾ ഈ എക്സ് വൺ എക്സ് ടുവില് നമ്മൾ എക്സ് വൺ ആയിട്ട് ഡെറിവേറ്റീവ് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പോൾ ഈ ഓ ആയിട്ട് ഇപ്പോൾ എക്സ് വൺ എക്സ് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ എടുത്തു. എന്തെടുത്തു? എക്സ് വൺ ക്യാൻസൽ ആയി, അതാണ് എക്സ് ടു വന്നത്. അതേപോലെ തന്നെ ഡോ എക്സ് ടു ഡോ സീറോ ബൈ ഡോ എക്സ് ടു എങ്ങനെ വരും? എക്സ് വൺ എക്സ് ടു ബൈ നമ്മുടെ എക്സ് ടു ചെയ്തു. അപ്പോൾ എക്സ് ടു എക്സ് ടു കട്ടായിട്ട് എക്സ് വണ്ണോട് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക വാല്യൂസ്. ഡോ എൽ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡോ എൽ ബൈ ഡോ സീറോ നമുക്ക് എന്ത് നമ്മൾ ക്വസ്റ്റ്യൻ എന്താ 5 തന്നിട്ടുണ്ടായിരുന്നു. 5 ഇൻറ്റു ഇവിടെ ഡോ സീറോ ബൈ ഡോ എക്സ് വൺ എത്രയായിരുന്നു? എക്സിന്റെ വാല്യൂ 3, 5 ഇൻറ്റു 3 50. അതേപോലെ തന്നെ ഡോ എൽ ബൈ ഡോ എക്സ് ടു എന്തായിരുന്നു? ഡോ എൽ ബൈ ഡോ സീറോ എന്നിട്ട് 5 ആൻഡ് ഡോ തീറ്റ ബൈ ഡോ എക്സ് ടു എന്ന് പറയുമ്പോൾ 2, അപ്പോൾ 10 കിട്ടി. അപ്പോൾ 15ഉം 10ഉം ആയിരുന്നു നമ്മുടെ കറക്റ്റ് ആൻസേഴ്സ്. അതേപോലെ തന്നെ ക്ലോസിനാണ് കൺസിഡർ ഇൻപുട്ട് ഇമേജ് വിത്ത് ഡയമെൻഷൻ 28x28. You apply a convolution with a current 3x3, padding 0, stride equal to 2. Calculate output feature length dimension. Also calculate padding needed for same output size when stride is equal to 1. അപ്പോൾ ഓഡ് ഇക്വേഷൻ എന്തായിരുന്നു? I minus k plus 2p by s plus 1. അപ്പോൾ നമ്മൾ എന്ത് ഐയുടെ വാല്യൂ എത്ര 28 കിട്ടി, കെയുടെ വാല്യൂ 3 കിട്ടിയില്ലായിരുന്നു, p equals 0, s equal to 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടി? 28 minus 3 plus 0 by 2 plus 1. 25 by 2 plus 1, 12.5 plus 1, 13.5 ആണ് കിട്ടിയത്. അപ്പോൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13 എടുക്കാം. ഔട്ട്പുട്ട് സൈസ് എന്താണ്? 13 13 ആയിട്ടുള്ള ഔട്ട്പുട്ട് സൈസ് ആണ് വരിക. പാഡിങ് ഫോർ സെയിം ഔട്ട്പുട്ട് ആണ് സ്ട്രൈഡ് എസ് ഈക്വൽ ടു 1. വി വാണ്ട് ഓ ഇസ് ഈക്വൽ ടു ഐ, അതായത് ഓയും ഐ ഈക്വൽ ആയിരുന്നു. ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പാഡിങ് ഫോർ സെയിം ഔട്ട്പുട്ട് സ്ട്രൈഡ് എസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സൈസും ഇൻപുട്ട് സൈസും ഈക്വൽ ആവണം. അതായത് ഇൻപുട്ട് സൈസിനോട് ഈക്വൽ ആണ് എന്താ ഔട്ട്പുട്ട് സൈസ് ഇവിടെ. അതായത് ശരിക്കും പറഞ്ഞാൽ സെയിം ആസ് ദ ഔട്ട്പുട്ട് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻപുട്ട് ഇമേജിനോട് ഈക്വൽ ആവണം എന്ത് ഔട്ട്പുട്ട് സൈസ്. 28 ഈക്വൽ ആണ് എന്ത് ഔട്ട്പുട്ട് സൈസ്. അപ്പൊ അത് ആ സാധനം എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പാഡിങ് എന്തായിരിക്കും, അതായത് ഔട്ട്പുട്ട് സൈസ് ഇൻപുട്ട് സൈസ് ഈക്വൽ വരണമെങ്കിൽ പാഡിങ് എന്ത് വരണം എന്നാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ പാഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ O ഈക്വൽ ടു ഐ 28, കെ എന്ന് പറയുമ്പോൾ 3, എസ് എന്ന് പറയുമ്പോൾ 1. അപ്പോൾ O is equal to 20. അപ്പോൾ 28 equal to 28 minus 3 plus 2p all divided by 1 plus 1.
എന്ന് പറയുമ്പോൾ 27, അതായത് ഈ 1 ഇങ്ങോട്ട് പോയപ്പോൾ 27 ആയി. 27 is equal to 25 plus 2p. 27 minus 25 2 ആയി. 2p is equal to 2, p is equal to 1. അപ്പൊ p is equal to 1 ആണ് സമയത്ത് എന്തായിരിക്കും o? കാൽക്കുലേറ്റ് നോക്കാം. o is equal to 28 minus 3 plus 2 by 1 plus 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 20 minus 3 25. 25 plus 1 25 plus 2 27. 27 plus 1 equal to 28. അപ്പൊ എന്തായി? ഇൻപുട്ട് സൈസും ഔട്ട്പുട്ട് സൈസും ഇവിടെ ഈക്വൽ ആയി. ഈക്വൽ ആയപ്പോ എന്താ ഉണ്ടായി? ഈ ആൻസർ കറക്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ design a convolution neural network. അടുത്ത question ആണ്. Design a convolution neural network for gender classification using face images of the size 25 into 25, 256 into 256. Determine suitable filter size, attenuation functions, and the width of each within the network. അപ്പോൾ ഒരു CN ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ജെൻഡർ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈ ജെൻഡർ, അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 256 into 256 ആണ് എന്ത് ഇമേജിന്റെ സൈസ്. ഇൻറ്റു 3, അതായത് RGB കളേഴ്സ് ആയിട്ടുള്ള ഫേസ് ഇമേജ് ആണ് നമ്മൾ എടുത്തോളണം. അപ്പോൾ the model gradually extracts facial features, adjusts facial components, and abstract patterns while reducing the spatial dimensions using pooling layers. After extraction, a feature extraction, a flattened layer converts 3D maps into a one-dimensional vector, which is then passed through fully connected layers for classification. അപ്പോൾ ഇപ്പൊ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇൻപുട്ട് സൈസ്, ഏത് ഇൻപുട്ട് ലെയർ എന്തുണ്ടാവുക? ഫിൽറ്റർ സൈസ് ഒന്നും ഉണ്ടാവില്ല, ആക്ടിവേഷൻ ഉപയോഗിക്കണ്ട. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 256 into 256 into 3, അതായത് നമ്മുടെ ഇൻപുട്ട് സൈസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ RGB ഫേസ് ഇൻപുട്ട് ആണ് എന്ത് നമ്മൾ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇത് നമ്മളെ ഇൻപുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു കൺവല്യൂഷൻ ലെയർ ഇട്ടു, അതായത് കൺവല്യൂഷൻ ലെയർ ഇട്ടു. അതായത് കൺവല്യൂഷൻ ലെയറിൽ 3x3 ഫിൽറ്റർ ആണുള്ളത്, കേരള ഫിൽറ്റർ ആണുള്ളത്. 32 ഫിൽറ്റർ ഉണ്ട്, 32 3x3 ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത് ആക്ടിവേഷൻ ഫംഗ്ഷൻ റെഡിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ 32 വരും. അതായത് ഈ RGB കളേഴ്സ് ആയിട്ടുള്ള 3 മാറിയിട്ട് ഇവിടെ 32 ആയി മാറി. ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ ലെവൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള എഡ്ജസ്, കോർണേഴ്സ് ഒക്കെ എഡിറ്റ് ചെയ്യും. നമ്മൾ എന്ത് മാക്സ് പോളിംഗ് 1, അതായത് മാക്സ് പോളിംഗ് ഇട്ടു. മാക്സ് പോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് സൈസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ ഈ 2x2 സൈസുള്ള ഫിൽറ്റേഴ്സിനും കൂടെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ 256 അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 128 into 128 ആക്കാം. അപ്പോൾ ഔട്ട്പുട്ട് സൈസിൽ എന്ത് വ്യത്യാസം വന്നു? 256 ആണ്. അപ്പോൾ മാക്സ് പോളിംഗ് ഇട്ടുകൊണ്ട് ഇതിനെ കുറച്ചു, ഈ 2x2 വെച്ചിട്ട് കുറച്ചു. അപ്പോൾ 128 into 128 into 32. അപ്പോൾ എന്താ ചെയ്യുന്നത്? റിഡ്യൂസസ് സ്പേഷ്യൽ ഡയമെൻഷൻ ബൈ ഹാഫ്, അതായത് ഹാഫ് ആക്കി മാറ്റി. അതേപോലെ തന്നെ എന്തോ കൺവേർഷൻ 2 ആഡ് ചെയ്തു. 3x3 ആയിട്ടുള്ള 64 ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തു. ഇവിടെ 32 ആണെങ്കിൽ ഇവിടെ 64, അതായത് ഡബിൾ ആഡ് ചെയ്യണം. വലിയാണ് ഉപയോഗിക്കണം. പിന്നെ 128 ഇവിടെ 32 ഉള്ള സാധനം ഇവിടെ 64 ആക്കി. ഡിറ്റക്ട്സ് ഹൈ ലെവൽ പാറ്റേൺസ് ലൈക്ക് ഐസ് ആൻഡ് മൗത്ത് അവിടെ. ഈ മാക്സ് പോയിന്റ് 2 അടിയുമ്പോൾ ഉണ്ടാവുക? 2x2 ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 128 ഇല്ലേ, ആ സാധനം എന്ത് പറയും? ഇതിന് പകുതിയായി, നേരെ പകുതിയായി, 64 ആയി. പിന്നെ അവിടെ എന്താ ചെയ്യുന്നത്? റിഡ്യൂസസ് ഫീച്ചർ മാപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യും. കൺവല്യൂഷൻ ലെയർ 3 ഇട്ടു. എന്തായി? 3x3 ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള 128 ഫിൽറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 64 ഇവിടെ മാറ്റിയിട്ട് 128 ഇട്ടു. ഇവിടെ എന്താ ചെയ്യണത്? എക്സ്ട്രാക്ട് കോംപ്ലക്സ് ഫീച്ചേഴ്സ് ഫേഷ്യൽ സ്ട്രക്ചർ ഒക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും ഇവിടെ. അതേപോലെ തന്നെ മാക്സ് പോളിംഗ് 3 ഇട്ട് എന്തായി? 2x2 ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ 64ന്റെ പകുതി ആക്കിയിട്ടുള്ള 32 ആക്കി. 32 into 32 into 120. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡൗൺ സാമ്പിളിംഗ് വൈൽ പ്രിസർവിംഗ് കീ ഇൻഫോർമേഷൻ. ഡൗൺ സാമ്പിൾ ആണ് ചെയ്തത്, പക്ഷേ കീ ഇൻഫോർമേഷൻ ഒക്കെ റിട്ടേൺ ചെയ്തു. പിന്നെ കൺവല്യൂഷൻ ലെയർ 4 ഇട്ടു. അപ്പോൾ 3x3 ആയിട്ടുള്ള 256 ഫിൽറ്റേഴ്സ് നമ്മൾ ഇട്ടു. അപ്പോൾ 128 ഇവിടെ മാറ്റിയിട്ട് 256 ആക്കുക. അപ്പോൾ എന്താ? ലേൺസ് ഹൈ ലെവൽ സെമാന്റിക് ഫീച്ചേഴ്സ്, അതായത് ഹൈ ലെവൽ സെമാന്റിക് ഫീച്ചേഴ്സ് നമ്മൾ ലേൺ ചെയ്യുന്നത് ലാസ്റ്റത്തെ കൺവല്യൂഷൻ ലെയർ ഇട്ടു. എന്നിട്ട് മാക്സ് പോളിംഗ് ഇട്ടു. മാക്സ് പോളിംഗ് ഇടുമ്പോൾ എന്താണ്? 2x2 ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തു. അപ്പോൾ ഈ 32 into 32 നമ്മൾ എന്ത് ചെയ്തു? 16 into 16 കൺവേർട്ട് ചെയ്തു. നേരെ പകുതിയാക്കി. റിഡ്യൂസസ് മാപ്പ് സൈസ് ബിഫോർ ഫ്ലാറ്റനിങ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 4 കൺവല്യൂഷൻ ലെയർ ഇട്ടു, പോളിംഗ് ഇട്ടു, കൺവല്യൂഷൻ ഇട്ടു, പോളിംഗ് ഇട്ടു, അത് 4 വർഷം ചെയ്തു. 4 ടൈംസ് ആയിട്ട് ചെയ്തു നമ്മൾ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ലെയർ ഇട്ടു. ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സാധനം 16 × 16 × 25 എല്ലാം കൂടി ഇൻഡ്യൂസ് ചെയ്യും. എല്ലാം കൂടി ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒരു ഒറ്റ ഫിൽറ്റർ ആക്കി മാറ്റും. ഇവിടെ 3D വെക്ടർ അല്ലേ, അപ്പൊ കൺവേർട്സ് 3D വെക്ടേഴ്സ് മാപ്സ് ഇൻ ടു വൺ ഡയമെൻഷണൽ വെക്ടർ ഓഫ് ഡെൻസ് ലെയർ. ഇത് വൺ ഡയമെൻഷണൽ ഡെൻസ് ലെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്ലാറ്റൻ ചെയ്യുന്നത്. 16 × 16 ഓഫീസ് ആകുമ്പോൾ 55,536 എന്നുള്ള വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെൻസ് ലെയർ ആയിട്ടുള്ള FC1 കൊടുക്കുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവേഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണേ, അതായത് കൺവേർഷൻ ലെയർ ഒക്കെ റേഡിയോ ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഔട്ട്പുട്ട് സൈസ് എന്ത് ചെയ്യും, അതായത് ഡെൻസ് ലെയറിൽ എത്ര ന്യൂറോൺസ് വേണം നമുക്ക്, 512 ന്യൂറോൺസ്. ഇവിടെ ന്യൂറോൺസിന്റെ കണക്കാണ്. 512 ന്യൂറോൺസ് ആണ് വേണ്ടത്. ഇവിടെ പിക്സൽസ് ആണ് പറയുന്നത്, ഇവിടെ ന്യൂറോൺസ് ആണ്. അപ്പോൾ ഫുള്ളി കണ്ടന്റ് ലെയർ ഫോർ ഫീച്ചർ കോമ്പിനേഷൻ. ഇത് ഫുള്ളി കണ്ടന്റ് ലെയർ പറയുമ്പോൾ എല്ലാ ലെയേഴ്സിനും കണക്ഷൻ ഉണ്ടാവും. ഓരോ ഹിഡൻ ലെയേഴ്സ് കണക്ഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഫുള്ളി കണ്ടന്റ് ലെയേഴ്സ് ഫോർ ഫീച്ചർ കോമ്പിനേഷൻ, അതായത് ഈ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത് FC1 നടക്കണം. പിന്നെ ഡ്രോപ്പ് ഔട്ട് ആഡ് ചെയ്യും. ഡ്രോപ്പ് ഔട്ട് ആഡ് ചെയ്യുന്ന പറയുമ്പോൾ ചില ന്യൂറോൺസിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. ഇതിപ്പോൾ ന്യൂറോൺസ് കുറേയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില ന്യൂറോൺസിനെ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിന് ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നേരെ ഇതിലേക്ക് പോവാം. അപ്പോൾ എന്താ, ഓരോ ന്യൂറോൺസ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്ത സംഭവത്തിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന എന്താണ്, ഓവർ ഫിറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേറ്റ് ഈക്വൽ 0.5. അപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണം, അങ്ങനെയല്ല. ഇത് ഓരോ ന്യൂറോൺ സ്കിപ്പ് ചെയ്തിട്ടാണ് എന്ത് നമ്മള് സാധനം ഡീആക്ടിവേറ്റ് ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ഔട്ട്പുട്ട് അതായത് ഡെൻസ് ലെയർ FC1 എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് ലെയർക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നു. ഔട്ട്പുട്ട് ലെയർ നമ്പർ ഫിൽറ്റേഴ്സ് എത്രയാണ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്, ജെൻഡർ ക്ലാസിഫിക്കേഷൻ ആണ് ക്വസ്റ്റ്യൻ. ജെൻഡർ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഒന്നെങ്കിൽ മെയില് അല്ലെങ്കിൽ ഫീമെയില്, ഒരു ഔട്ട്പുട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ഉപയോഗിച്ചത്, ഇവിടെ ഔട്ട്പുട്ട് സൈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ആണ്. സിഗ്മോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈനറി ക്ലാസിഫിക്കേഷൻ ഒക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് എന്ത്, ഈ സിഗ്മോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് പ്രൊഡ്യൂസേഴ്സ് പ്രോബിലിറ്റീസ് ഓഫ് മെയിൽ. മെയിൽ ആണെങ്കിൽ മെയിൽ, അതേപോലെ തന്നെ ഫീമെയിൽ ആണ് ഫീമെയിൽ. പ്രൊഡ്യൂസേഴ്സ് പ്രോബിലിറ്റി ഓഫ് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഇതാണ് എന്ത്, ഒരു CNN ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ആർക്കിടെക്ചർ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ലെയർ ആഡ് ചെയ്തു, എന്നിട്ട് കൺക്ലൂഷൻ ഇട്ടു, എന്ത് മാക്സ് പോൾ ചെയ്തു. അതേപോലെ തന്നെ എന്ത് ചെയ്തു, കൺക്ലൂഷൻ വീണ്ടും ഇട്ടു, മാക്സ് പോൾ ചെയ്തു. അങ്ങനെ ഇത് ചെയ്തിട്ട് 4 പ്രാവശ്യം ചെയ്തു, 4 ടൈംസ് ഇറ്ററേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത്, ഒരു ഫ്ലാറ്റൻ ലെയർ ഇട്ടിട്ട് നമ്മൾ FC1 കണക്ട് ചെയ്തു. FC1 എന്തുണ്ട്, ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. ആ ന്യൂറോൺസിനെ നമ്മൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ഔട്ട് ആഡ് ചെയ്യുമ്പോൾ ഓരോ ന്യൂറോൺസ് ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്യണത്, നേരെ പാസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ഒരു FC2 എന്ന് പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് ലെയർ ആഡ് ചെയ്തു. FC2 എന്താണ് ഉണ്ടാവുക, ഒന്നെങ്കിൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ, മെയിൽ ഓർ ഫീമെയിൽ. ഇതാണ് ക്ലാസിഫൈ ചെയ്യുക. അതാണ് എന്ത്, ഒരു CNN ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സ്റ്റെപ്സ് കിട്ടും. അപ്പോൾ ഇവിടെ ട്രെയിൻ ഡീറ്റെയിൽസ് എന്താണ്, ലോസ് ഫംഗ്ഷൻ, ബൈനറി കോസ് ആൻഡ് ഡ്രോപ്പ് യൂസ് ചെയ്ത്. അതേപോലെ തന്നെ ഒപ്റ്റിമൈസർ ആഡം ആണ്, ഡാറ്റ സൈസ് 32, FOP, അതെനിക്ക് ഇഷ്ടമുള്ളത് ഏതാണ്. അതേപോലെ തന്നെ മാക്സ് പോൾ 4 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഫ്ലാറ്റൻ ചെയ്ത് സംഭവിക്കുക. ഇതാണ് ഒരു CNN ആർക്കിടെക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ട ആൻസർ. We assume an input volume of 64 and 64/3. What are the dimensions of the resulting volume after convolution? A 5x5 kernel with 0 padding, side s equal to 1 and 2 filters. ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്, ഇപ്പോൾ ഔട്ട്പുട്ട് സൈസ് റെഡി ചെയ്യണം. അപ്പോൾ I minus K plus 2P/S plus 1 ആണ് ഇക്വേഷൻ. ഐയുടെ വാല്യൂ എന്താണ്, 64 വന്നിട്ടുണ്ട്, കെയുടെ വാല്യൂ 5, പിയുടെ വാല്യൂ 0, പൈഡിങ് 0, സൈഡ് s equal to 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മറ്റേ ഔട്ട്പുട്ട് സൈസ് ആയിട്ടുള്ള O കണ്ടുപിടിച്ചു. O എന്ന് പറയുമ്പോൾ 64 minus 5 plus 0/1. 64 minus 5 59. 59 plus 1 60. 60 ആണ് ഔട്ട്പുട്ട് സൈസ്. ഡിറ്റർമൈൻ ഔട്ട്പുട്ട് ഡെപ്ത്. ഈച്ച് ഫിൽറ്റർ പ്രൊഡ്യൂസസ് 1 ഫീച്ചർ വിത്ത് 2 ഫിൽറ്റേഴ്സ്. അതായത് 2 ഫിൽറ്ററോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ട് ഡെപ്ത് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് സൈസ് എത്രയാണ്, അതായത് ഡിറ്റർമൈൻ ഔട്ട്പുട്ട് ഡെപ്ത് ആണ് ഇവിടെ ചോദിച്ചു നോക്കണം. ഔട്ട്പുട്ട് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഫിൽറ്റർ പ്രൊഡ്യൂസസ് 1 ഫീച്ചർ മാപ്പ് ഉണ്ടാവും. ഓരോ ഫിൽറ്ററും ഒരു ഫീച്ചർ മാപ്പ് ഉണ്ടാക്കും. ഇവിടെ 2 ഫിൽറ്റർ ഉള്ളതുകൊണ്ട് 2 ഫീച്ചർ മാപ്പാണ് ഉണ്ടാക്കുക. അപ്പോൾ 16 ആണ് എന്ത് ഔട്ട്പുട്ട് സൈസ്. അത് ഇൻറ്റു 2 ആണ് എന്ത്
നമ്മുടെ ഔട്ട്പുട്ട് ഡെപ്ത്. അതായത് 2 ഫിൽറ്റർ ഉള്ളതുകൊണ്ട് 16:6:2. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻസിൽ ആകെ ഒരു ഫിൽറ്റർ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഇതില് നമ്മൾ 2 ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, 2 5x5 ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഈ 60x16:2 ആണ്. നോ പാഡിംഗ് മീൻസ് ഔട്ട്പുട്ട് സ്ട്രിങ്സ് ബൈ 4 പിക്സൽസ്. അതായത് K-1 എന്ന് പറയുമ്പോൾ എന്താണ് 4 ആയി. സോ 64 എന്ന് പറയുന്നത് 60 ആയി, കാരണം പാഡിങ് ആഡ് ചെയ്താക്കുന്നുണ്ട്. 2 ഫിൽറ്റേഴ്സ്, അതായത് 2 ചാനൽ ഔട്ട്പുട്ട്സ് നമുക്ക് ഇങ്ങനെ നമ്മൾ ഫിൽറ്റേഴ്സ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2 പിക്സൽസ് 4 പിക്സൽസ് മിസ്സായി പോകുന്നുണ്ടാവും. അതാണ് എന്ത് 64 നമ്മൾ 60 ഈ 64 ഉള്ള ഇൻപുട്ട് 60 ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാവാൻ കാരണം. സോ ഇതാണ് ജസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻസ്, ഈ ഡീപ് ലേണിംഗ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, താങ്ക് യു.